ഹായ് വെൽക്കം. ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ കൊല്ലം ജില്ലയിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. കൊല്ലത്ത് ഒരു സാമ്പ്രാണിക്കുടി എന്ന് പറഞ്ഞാൽ നല്ല അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ, ഇവിടുത്തെ യാത്രകളൊക്കെ ഇവിടെ എന്തൊരു ഭംഗി, എന്തിനു നടുക്കടല് പെട്ടതുപോലെ ആകെ വെള്ളം വെള്ളം ആകെ ദുണ്ടം പടപട ദുണ്ടം പടപട വെള്ളം തന്നെ വെള്ളം. വെള്ളത്തിന്റെ നടുക്കു കിടക്കും ഞങ്ങള് കോപ്പിയടിക്കുന്നു. വെള്ളം ചുറ്റോട് ചുറ്റും വെള്ളം, ഭയങ്കര വെള്ളം. പുലിയപ്പിള്ളി കാണാനെത്തി, എന്തൊരു ഭംഗി, എന്തൊരു രസം. അപ്പൊ ഏകദേശം നമ്മളിപ്പോ അടുക്കാറായി. സാവുചേട്ടൻ ഓൾറെഡി പാട്ടിലൂടെ എല്ലാം വർണ്ണിച്ചിട്ടുണ്ട്. ഞങ്ങൾ അറിഞ്ഞില്ല, കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ഇപ്പൊ ആ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ ബോട്ട് എടുക്കുന്നത്. പിന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാർ അവിടെ നിന്ന് വേറെ വള്ളത്തിൽ നമ്മളെ 1.5 കിലോമീറ്റർ റൗണ്ട് അടിപ്പിക്കും. അതിന് ഏകദേശം 550 രൂപ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ കണ്ടൽ കാടുകളിലൂടെയാണ് നമ്മളുടെ അടുത്ത യാത്ര. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ആ വള്ളത്തിൽ കയറി പൈസ കൊടുത്തു. പക്ഷേ നല്ല ചൂട്, ഒരു രക്ഷയില്ല, പൊള്ളിപ്പിടിക്കുന്ന ശരീരം മൊത്തം. ഈ കാണുന്ന ആൾ ഞങ്ങളുടെ ഡ്രൈവറാണ് കേട്ടോ. ഞങ്ങളെല്ലാം പരിചയപ്പെട്ടു. നല്ലൊരു യാത്ര ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇത്രയും വെയിലുണ്ടെങ്കിലും നമുക്കതിൻ്റെ ഒരു ഇതില്ല. കാരണം വെച്ചാൽ നല്ലൊരു പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. അത് കാരണം കുഴപ്പമില്ല. ഓൾറെഡി പാട്ട് തുടങ്ങാൻ പോണു. ആ പാട്ടുകൂടി ആയപ്പോൾ ഞങ്ങളുടെ യാത്ര ഒന്നുകൂടെ നല്ല മനോഹരമായി. കണ്ടില്ലേ മക്കളെ, എന്ത് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണെന്ന് നോക്കിയത്. നമ്മുടെ കൊല്ലത്തിൽ ഇതുപോലത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് നമ്മൾ ഈ കഴിഞ്ഞിടക്കാണ് അറിഞ്ഞത്. ജിമ്മൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും നമ്മുടെ യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല എൻജോയ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ അപ്പോൾ പോകുന്ന വഴിക്ക് ഇത് കണ്ട ഒരു കള്ള് ഷാപ്പ്, അതായത് അതിമനോഹരം, ഒന്നും പറയാനില്ല. ഈ ഒരു കള്ള് ഷാപ്പിൽ കയറി. ഞങ്ങൾ കയറിയില്ല, കാരണം ഞങ്ങൾക്ക് സമയമില്ല. കാരണം ഞങ്ങൾക്ക് ഇനി അടുത്തൊരു സ്ഥലം വരെ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. കാരണം നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്, നല്ല മനോഹരമാണ്. ആ ചേട്ടൻ പറഞ്ഞത് ഇവിടുത്തെ കള്ളും കറികളൊക്കെ നല്ല ടേസ്റ്റാണ്, അതേപോലെ തന്നെ നല്ല എമൗണ്ടുമാണെന്നാണ് പറഞ്ഞത്. ഈ കാണുന്ന സ്ഥലത്തൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ് കേട്ടോ. കാരണം വെച്ചാൽ രണ്ടും ആമസോൺ വനത്തിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന പോലത്തെ ഒരു ഫീലിംഗാണ് നമുക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര ഞാൻ നടത്തുന്നത്. പക്ഷേ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല നല്ല ഭംഗിയുണ്ടൊന്നും പറയാനില്ല. ഇത് ഈ കാണുന്നത് ഇവിടുത്തെ ഈ കല്ലിമിക്കക്ക എന്ന് പറയുന്ന സംഭവം കേട്ടോ. അവരുടെ വീടാണ് ആ കാണുന്നത്. അവരിവിടെ ഇതൊക്കെ വിറ്റൊക്കെയാണ് ജീവിക്കുന്നത്. ഇവിടെ വീടുകളൊക്കെ കുറവാണ്. കണ്ട, അതിനെക്കാട്ടും നല്ലൊരു ഭംഗിയുള്ളൊരു എന്തൊരു തുരങ്കത്തിൻ്റെ അകത്തുകൂടി പോണ പോലെ. എന്താ ഇത് കണ്ടില്ലേ, നല്ല സൂപ്പർ. അത് ഞങ്ങൾ പാസ് ചെയ്തു.